ഹായ്, ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയുള്ള ഒരു വെണ്ടയ്ക്ക മോരുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു പാത്രം വെച്ചതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ ഉലുവായും ഇട്ട് കൊടുക്കുക, ഒരു 3 ചെറിയ വെളുത്തുള്ളി, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇതുപോലെ ചതച്ച് എടുത്ത് അതും ഇട്ട് കൊടുക്കുക. ഒന്ന് ചതച്ചിട്ട് കൊടുത്തേക്കണം. ഒരു 2 പച്ചമുളക് അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ, കുഴപ്പമില്ല. ഇതൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്കൊരു 5-6 ചെറിയ ഉള്ളി ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ അതൊന്ന് വഴഞ്ഞ ശേഷം ഒരു തക്കാളി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് നമുക്ക് അടച്ചു വെക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോട് ചേർത്തൊന്ന് അടച്ചു വെക്കുന്നതിനും തക്കാളി പെട്ടെന്ന് തന്നെ അങ്ങ് വഴന്ന് കിട്ടും. ഇത് നല്ലതായിട്ട് അങ്ങ് തക്കാളി അങ്ങോട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടട്ടെ, ആ ഒരു പരുവത്തിലേക്ക് ആക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റോളം ഒന്ന് വെക്കുമ്പോഴത്തേന് ഇത് വഴന്ന് കിട്ടും. ഞാനൊരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ജീരകം ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്തില്ല കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ടൊന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളി നല്ലതായിട്ട് വെന്തുടഞ്ഞുകൊണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഈ വെണ്ടയ്ക്ക ഇനി ഒന്ന് ഒരു മീഡിയം ലെവലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ ആ ഒരു നമുക്ക് കറിക്കതിരാൻ നേരം അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് മാറാൻ വേണ്ടിയാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് നമുക്കൊരു ലോ ഫ്ലെയിം വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒത്തിരി തീ കൂട്ടി വെച്ചാൽ ഈ വെണ്ടയ്ക്ക കരിഞ്ഞു പോകും, അടി പിടിക്കും. അങ്ങനെ തീ കൂട്ടി വെച്ച് പെട്ടെന്ന് ഫ്രൈ എടുക്കണ്ട. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചൊന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ എടുത്താൽ മതി. അത് സാവധാനം ഇരുന്ന് ഫ്രൈ ആയി വരണം. ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മീഡിയം ലെവലിൽ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഒത്തിരി ഫ്രൈ ആയി പോകണ്ട. ഏകദേശം ഈ ഒരു ലെവലിലേക്ക് നമുക്ക് ഫ്രൈ ആയി കിട്ടിയാൽ ഈ ഒരു ലെവലിൽ ഫ്രൈ ആയി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു തക്കാളി ഒക്കെ ആ ഒരു വഴന്ന് വെച്ചേക്കുന്നതിനകത്തോട്ട് നമുക്ക് അതിലേക്ക് നമുക്ക് ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക അതിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതുപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെന്ത് കിട്ടട്ടെ, അതിന് വേണ്ടിയാണ് അടച്ചു വെച്ചേക്കുന്നത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിപ്പം 1 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളായിരുന്നു. ഈ ഒരു പരുവത്തിൽ ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് ഞാനിത് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ചു വെക്കുക. അത് നല്ലതായിട്ടൊന്ന് തിളച്ച് കിട്ടട്ടെ. അത് നല്ലതായിട്ടപ്പം വെണ്ടയ്ക്കായും ഇതെല്ലാം നല്ലതായിട്ടൊന്ന് തിളച്ചൊന്ന് മിക്സായി കിട്ടും, നല്ലതായിട്ട് വെന്ത് മിക്സായി കിട്ടും. അപ്പം ഈ ഒരു പരുവത്തിൽ നല്ലതായിട്ട് തിളച്ച് നല്ലതായിട്ട് നമുക്ക് മിക്സായി നല്ലതായിട്ട് വെന്ത് നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. ഇനി നമുക്ക് നല്ല കട്ട തൈര്, ഒരു 1/2 കപ്പ് തൈരോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് കൂടിയിട്ട് ഇതിപ്പം നമ്മൾ വെണ്ടയ്ക്ക തിളച്ചതിന് ശേഷം ഗ്യാസ് നിർത്തി ഏകദേശം ചൂട് പോയതിന് ശേഷം മാത്രമേ തൈര് ഇട്ട് കൊടുക്കാവൂ. അല്ല ഒത്തിരി തിളച്ചതിനകത്തോട് തൈര് ഇട്ട് കൊടുക്കണ്ട, ചിലപ്പോൾ തൈര് വല്ല പിരിഞ്ഞു പോകും. അപ്പം ഞാനിതിൻ്റെ ചൂടൊക്കെ ആറിന് ശേഷമാണ് ഈ തൈര് ഇട്ട് കൊടുത്തേക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഗ്യാസ് നിർത്തിയതിന് ശേഷമാണ് ഞാൻ ഈ തൈര് ചേർത്തേക്കുന്നത്, ഇട്ട് മിക്സ് ആക്കുന്നത്. അപ്പം ചെറിയ ചൂട് ആവശ്യമേ ഉള്ളൂ തൈര് ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടി. ഒന്ന് മിക്സായി കൊടുക്കുക. അപ്പം നമ്മൾ തൈര് ചേർക്കാൻ നേരം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുത്താൽ മതി. അല്ല തൈര് പിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിട്ട് നമുക്കൊരു 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 നുള്ള് കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് മാത്രമേ കായപ്പൊടി ഉലുവായി ചേർത്ത് കൊടുത്താൽ മതി. ചുവയ്ക്കുന്ന പോലെ ചേർത്ത് കൊടുക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ ഒത്തിരി ചുവച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കറിയെ ബാധിക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മാത്രം, ഒത്തിരി ഗ്രേവി ആയിട്ട് കിട്ടണ്ട, ഈ ഒരു പരുവത്തിൽ മാത്രം ഒന്ന് മിക്സ് ആയിട്ട് ഈ ഒരു കുഴഞ്ഞ് കിട്ടുന്ന പരുവത്തിൽ മാത്രം ആക്കിയെടുത്താൽ മതി. ഇനി നമുക്കൊന്ന് ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടെ നോക്കാം. ഇപ്പം നല്ലതായിട്ട് വെണ്ടയ്ക്കൊക്കെ നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്.
ഒരു സ്വല്പം ഉപ്പിൻ്റെയും കൂടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കറിയുടെ ടേസ്റ്റ് അനുസരിച്ച് ലാസ്റ്റ് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കടുക് വഴറ്റാം. ഇനി നമുക്ക് ഓയിൽ ഒരു 2 ടീസ്പൂൺ ഓയിലേ ചേർത്തിട്ടുള്ളൂ. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് നിർത്തിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഈ മുളക് പൊടി ചേർക്കാൻ തന്നെ ഗ്യാസ് അങ്ങ് നിർത്തുന്നത് നല്ലതാണ്. കാരണം ഇത് മുളക് പൊടി കരിഞ്ഞു പോയിരിക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു കടുക് പൊട്ടിച്ചുകൊണ്ട് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് മിക്സാക്കി ഇളക്കിയെടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയുള്ളൊരു വെണ്ടയ്ക്ക മോരുകറി ഇവിടെ റെഡിയായി കിട്ടിയിരിക്കുകയാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയുള്ളൊരു ഐറ്റം തന്നെയാണ്. ഉറപ്പായിട്ടും ഈ രീതിയിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കുക. കുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കുക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമൻസ് എൻ്റെ ഈ വീഡിയോയുടെ താഴെ, റെസിപ്പിയുടെ താഴെ അറിയിക്കുക. അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.